അങ്ങനെ ഇവിടുന്ന് വിടുവാൻ കേട്ടോ. ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ ഇറങ്ങിക്കൊണ്ട് നിൽക്കുകയാണ്. അസ്ലം സാറിൻ്റെ അടുത്തും പോരാണ്. പക്ഷെ ശരിക്കും നമ്മൾ അസ്ലം സാറിൻ്റെ ഒപ്പം ഒന്ന് കറങ്ങണം എന്നൊക്കെയുള്ള മൈൻഡ് ഉണ്ടായിരുന്നു. പക്ഷേ ടൈം കിട്ടില്ല. മൂപ്പർക്ക് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഇലക്ഷൻ ടൈമൊക്കെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കാണ്. ഏതായാലും നെക്സ്റ്റ് ടൈം നമ്മൾ പോയിട്ട് ചിലപ്പോൾ റിട്ടേൺ ഇതിൽ തന്നെ വരാനുള്ള ചാൻസ് ഉണ്ട്. നോക്കുക, അപ്പോഴത്തെ മഞ്ഞുകാലം കൂടി നമുക്ക് ഇവിടെ കാണാമല്ലോ. അങ്ങനെ പ്ലാനിലാണ് നമ്മൾ ഇറങ്ങാൻ വേണ്ടി റെഡി ആക്കുന്നത്. അസ്ലം സാർ ഉണ്ടെങ്കിൽ തിരിച്ചാൻ പോയതാട്ടെ. ഇലക്ഷൻ ആയതുകൊണ്ട് തന്നെ പോണ വഴിക്കലൊക്കെ പാർട്ടിക്കാരെ വണ്ടി കുറേ കാണാനുണ്ട് കേട്ടോ. ഞങ്ങൾ എത്തിപ്പെട്ട സ്ഥലം അത് നിൽക്കാരോ ഫൈസലിൻ്റെ അടുത്ത് കേട്ടോ. ഓനെ 2 ഗ്യാസ് കുറ്റിയാണ് പറയുന്നത്. അപ്പം അങ്ങനെ പോകുന്നതാണ് ഇവിടെ. ഫൈസലി ഇവിടുന്ന് പോകണില്ല, എങ്ങനെയായാലും ഇവിടെ കൂടും. മൂലയിൽ നല്ല പണിയില്ല, എല്ലാം ഇഷ്ടം പണിയുള്ളൂ കേട്ടോ. നമ്മളേതായാലും ഈ സാധനം ഉപയോഗിച്ചിട്ടില്ല. ആ ഉപയോഗിച്ചത് കൊണ്ടേക്കോട്ടെ. ഫൈസല് നാളെ ട്രക്കിങ്ങിന് പോകണം. ഇതൊരു ജാതയാവും എന്താ ഓഹോ സിമ്പിൾ സാധനം കാണാം. ഇത് പുതിയ ഇറക്കിയതാണ്. സിനിമ പട്ടി പണിക്കണ്ടോ പണിയെടുക്കണ്ട മോളുകളുടെ സാധനം ഇഷ്ടം വെയിറ്റ് കൂടെ കയറി പോകണ്ടേ. അവിടെ ഗ്യാസിന്റെ വർക്ക് എടുക്കണം കേട്ടോ. 3000 പീസ് കേട്ടോ. ഇതിന് 24,000 റുപ്യാണ് ഈ ലോഡ് ഇറക്കാൻ അറിയാം. 3000 പീസ്. അത് നല്ല ക്വാളിറ്റി നല്ല സൈഡൊക്കെ ചെത്തി പോലെ സാധനം. പിന്നെ വേറെ നല്ല ക്വാളിറ്റി ഉണ്ട്. ഇവിടെ ഒറ്റ ഇതിന് പണിയിലുണ്ട്. നമ്മള് വന്നപ്പോ ഒക്കെ ഇങ്ങോട്ട് പോകാനും വന്ന് രസമാണ് സംഭവം. ഞങ്ങള് പിന്നെ ഗ്യാസ് കൂട്ടി എടുക്കാൻ വന്നേന്. ഇന്നൊരു തിരിച്ചുവരുണ്ടാവും കേട്ടോ. 2ാമതും പോയി. ഇവിടെ ഫുള്ള് ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും ഒക്കെ നടക്കും. എന്നാൽ അത് ഇവിടെ തന്നെയാണ് ഇതിൻ്റെ വിളവെടുപ്പും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അങ്ങനെ കടില മസ്റ്റ് ഫ്രൂട്ട് മിക്സ് ആട്ടോ സാധനം. ഇതിന് 300, ഇതിന് 300. ഇതൊക്കെ സാമ്പിൾ കിറ്റ്. 750 rupees kg for 1, 2, 3, 4. For item. Yeah. This 1100 rupees kg. ഇതൊക്കെ നമ്മള് സെറ്റ് ആക്കിട്ടോ. പായസിന്റെ വരേക്കും എന്റെ വരേക്കും പാടെ കുങ്കുമം ഫ്ലഷ് സാധനം കഴിച്ചു നോക്കി. ഹ്യൂജ് പർച്ചേസ്, വമ്പൻ പർച്ചേസ്. ഇത് 3 ഞങ്ങൾക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടും നാട്ടിക്ക് ഒരു സംഖ്യന്റെ സാധനം. വരക്കാർ തിന്നയാവും. പായസിന്റെ വരക്കാരും എന്റെ വരക്കാർക്കും കുടുംബക്കാർക്കും കുറെ എടുത്തുക്കണ്. കിട്ടാത്തല്ലേ ഒന്നും പറയരുത്, ഒന്നും തോന്നരുത്. ഇത്ര കഞ്ചസിലാറെ കൊടുത്തൊക്കെ കഞ്ചില്ല. കായ് കഴിഞ്ഞ ചുറ്റ കട വന്നിട്ടൊന്നും എടുത്തില്ലാരത്. ഫുൾ സാധനം പർച്ചേസ് ചെയ്യുന്നു നാട്ടിലെത്തിക്കാളെ. പ്ലാനെല്ലാം തെറ്റിട്ട് ഞങ്ങൾ അസറത്ത് ബാലു പള്ളിക്കാണ് പ്ലാൻ ചെയ്തത്. പക്ഷേ ഇവിടുന്ന് കയറിയാണ് സാധനം പർച്ചേസിംഗ് ഒക്കെ കഴിയുമ്പോൾ സമയം കുറേ. പള്ളി അവിടെ തന്നെ ഉണ്ടായിരുന്നു. 2 മണിക്ക് നിസ്കാരം നോക്കും. 1:40 സമയം. ഈ പള്ളി കഴിഞ്ഞിട്ട് ഇവിടുന്ന് പോയി. നമ്മൾ വണ്ടി അവിടെ ഇട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ CRPFന്റെ വണ്ടിയൊക്കെ ഉണ്ട് സേഫ്റ്റിക്ക്. ഓക്കെ ബ്രോ, പോലും വരും നമുക്ക് പള്ളി പോകാം. ഇതിന്റെ കാര്യം പറയുകയാണെങ്കിൽ കോമഡിയാണ്. വളരെ ചന്നപ്പോൾ തന്നെ നിസ്കാരം തുടങ്ങിയാണ്. ഓടിപ്പോയി നിസ്കരിച്ചാണ് അപ്പം തന്നെ ഇറങ്ങിട്ടോ. അതുകൊണ്ട് നമ്മളിവിടെ നിന്ന് പോകണം. അവിടെ ഇനി പള്ളി ഉണ്ടായിരുന്നു. അതാണ് നമ്മൾ നെറ്റ്സിന്റെ കട. ഞങ്ങളിവിടെ വേൾഡ് ബെസ്റ്റ് സഫ്രോൺ ഗ്രോൺസ് ഫെയർ. അതായത് ഈ സൈഡ് കാണുന്നൊക്കെ കൃഷിയാണ്. നമ്മൾ ഇന്നലെ പോയപ്പോൾ ജസ്റ്റ് ഒന്ന് കണ്ടിരുന്നത്. പക്ഷെ ഇത് സീസൺ അല്ലാത്തതുകൊണ്ട് കാണില്ല. അല്ലെങ്കിൽ എൻ്റെ ചെടി ഇങ്ങനെ വലുതായിക്കണ കാണാം. ഇവിടുത്തെ ചോറൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെ TV റെസ്റ്റോറൻറ്റ്. ഇവിടുന്ന് നൈസിലുണ്ട് ഇറങ്ങിയിട്ട് നമ്മൾ എന്താ വെച്ചാൽ ബിരിയാണി ദമ്മില്ലാത്ത ബിരിയാണി. അമ്പല ഒരു മഞ്ഞ കളർ ബിരിയാണി ഉണ്ടല്ലോ, നമ്മളെ ബിരിയാണി അല്ല. അപ്പൊ ദമ്മ് ബിരിയാണി കഴിക്കാനൊരു പൂതി. വെള്ളിയാഴ്ച നമ്മള് കഴിഞ്ഞ വെള്ളിയാഴ്ച നമ്മള് ചിക്കൻ തന്നല്ലോ. അതല്ല ചിക്കൻ നമ്മള് ചിക്കൻ ബീഫൊക്കെ തന്നെ. അപ്പോൾ മറ്റേ ഹോട്ടലിൽ നമ്മൾ ആദ്യം കഴിച്ചില്ലേ ഇവിടുത്തെ ഫേമസ് ഹോട്ടലിൽ. അവിടുത്തെ ചോറും അടിപൊളിയാണ്. അടുത്ത ഓരോ ബിഹേവിയർ അതിലാറെ പൊളിയാണ്. വേറൊരു ഹോട്ടലുണ്ട് നമ്മൾ റോയൽ ബത്തൂർ അങ്ങനത്തെ വേറാണ്. ഇവിടുത്തെ റെസ്റ്റോറൻറ്റ് കയറിയൊക്കെ എന്താ സംഭവം ഇല്ല കേട്ടോ. മട്ടൻ ബിരിയാണി വീശിയെന്ന് ഇവിടെ മട്ടൻ ബിരിയാണി ഇല്ല.
ഇപ്പൊ ഇനി ഇത് നമ്മളെ ചിക്കൻ പോയിട്ടോ. കറങ്ങി ലാസ്റ്റ് ഞങ്ങൾ കൊടുക്കാൻ എത്തിട്ടോ. ഹെൽമെറ്റും ജാക്കറ്റൊക്കെ ആൾ കൊടുത്തേനെ. വീണ്ടും നമ്മൾ തറവാട്ടിലേക്ക് പാഞ്ഞു കയറുന്നു. പഠിപ്പുരോതിൽ തുറക്കൂ. വീണ്ടും സെയിം സെറ്റപ്പിൽ കാണുമ്പോൾ ഇന്ന് നമുക്ക് തൈര് നേരത്തെ തന്നില്ല കേട്ടോ. നമ്മൾ നേരത്തെ തീർത്തിട്ടേ നാളെ 3 ടെറ്റ് പറഞ്ഞത് നമ്മൾ നോക്കി ഒപ്പാവുന്നു. സ്പൈസി ഒക്കെ കുറച്ച് സാധനം സെറ്റാക്കി തന്നാണ്. തൈരുണ്ട് എല്ലാം ഉണ്ട്. ഇതാരെങ്കിൽ എന്താണ് മാർ ഓഫ് മാർക്സ്. 2 മണിക്കൂറായിട്ട് വണ്ടി നമ്മൾ ജോയിൻ ചെയ്തു. ടയർ പറ്റ കഴിഞ്ഞല്ലോ. അത് കെട്ടിക്കൊണ്ട് കൊടുക്കുന്നുണ്ട്. ഈ നാട്ടിൽ നിന്നാണ് തിരിച്ചു പോകാന്ന് പറഞ്ഞു. ഞങ്ങളേതായാലും ജുബേറിന്റെ അടുത്ത് ചോദിക്കാണ്ട് ഞങ്ങളെ ലാഗേജ് ഉണ്ട് പെട്ടി കയറ്റാൻ. അത് കെട്ടിക്കൂടെ ബെന്റിയമ്മ കുറച്ച് വെച്ച് കയറ്റായിരുന്നു. ഓനാണ് 2 ടയറും ഇതൊക്കെ വള കൊണ്ടുവന്നാണ്. ഇവര് നിലക്കെടുക്കൂല. ഏതായാലും ഞങ്ങൾ പോയി. എന്നാ ഞാൻ പോയരാ. കാണാം പോരാ. ഞങ്ങൾ പോയി ലാഗേജ് തെറ്റേക്കണ്ട കേട്ടാ. അറുപ ഞാൻ പോയണ്ട് സാധനം തെറ്റേക്കണ്ടോ. നമ്മള് വേഗടാ. അങ്ങനെ ജുബേറിന്റെ പറഞ്ഞെടുക്കുന്നു. ഈ സാധനക്കിഞ്ഞ് വണ്ടിമ കയറണം. എവിടത്തൊക്കെ കൊണ്ടേക്കാം. മറ്റോന്റെ വണ്ടി വേണ്ടി ലോരി തുള്ളി തരുന്ന എന്തൊക്കെ ഒരു ഐഡിയില്ല. അതായിട്ട് ടൂറിസം 3 ആളെ നമ്മൾ ഇവിടെ പറയണേ. ഫസ്റ്റ് എന്താ പറയാ അസ്ലം സാർ പോയി. പിന്നെ പൈസയിലോട് പോയി. ഹസ്ബൻഡ് അടുത്ത് വന്നാലും വരുന്നത് എല്ലായിടത്തും പെട്ടി കെട്ടി പോവാണ്. ഏതൊരു ഞങ്ങൾ സാധനം എടുക്കാൻ പോവാണ്. കസ്റ്റമർ വരുന്നതിനാണോ പോവാണ്. റൂം മലയാളി സലാമൊക്കെ പറഞ്ഞ് പോയിക്കാണ്ട് ഇദ്ദേഹത്തിന് അറുപിന്റെ വണ്ടി നമ്മുടെ വണ്ടിയിൽ ഓടൊക്കെ കയറ്റി ഞാൻ പോവാൻ ഫുഡ് കഴിക്കാൻ എത്തിട്ടോ. ജുബേറുണ്ട്. അങ്ങനെ 3 വണ്ടികളും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ജുബേറിന്റെ തറപ്പിൽ ഇതിന്റെ മുകളിലെന്ന് പറഞ്ഞാൽ നല്ല ഫുഡ് കിട്ടുന്ന പുതിയ ഷോപ്പ് ഇതുവരെ കാണാത്ത. ഇത് കഴിഞ്ഞിട്ടാണ് നമുക്ക് പോയാണ്ട് സ്റ്റേ അടിക്കാൻ ടെൻ്റൊക്കെ അടിക്കാൻ. അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി വണ്ടി എടുത്തത്. അപ്പോൾ ഇവിടെ മലയാളികളൊക്കെ ഉണ്ട്. ഇവിടെ ഇതിന്റെമാതിരി ട്രിപ്പ് വന്നു. റെന്റിനെടുത്ത് വന്നിട്ടുണ്ട്. മാലേന അവിടെ ഉണ്ട്. ഇതല്ല പഴയ മോഡലിൽ നമ്മൾ ഇന്നാളെ ഫുഡ് കഴിക്കാൻ വന്നിട്ട് രാത്രി ഫുഡ് കഴിച്ചിട്ട് ഫുഡ് കഴിച്ചിട്ട് നേരെ ഒന്ന് തെറിക്കണ്ട. നമുക്ക് നമ്മള് എന്താ ഓർഡർ ചെയ്തത് സാധനം കഴിഞ്ഞ് ഇതുപോലെ ഭക്ഷണം കഴിക്കും. തീരെ മൂഡില് കഴിക്കാൻ തലവേദന. ഞങ്ങളത് തട്ടി അപ്പൊ ആവശ്യമുണ്ടല്ലോ ഒരു മനുഷ്യനോട് ഇതുപോലെ വാശിച്ചല്ലോ. ഓ മലയാളം പഠിപ്പിച്ച എല്ലാത്തിനും ഭയങ്കര കോൺവെർസേഷനാ. രണ്ടാളും പറയണ വേറെ വേറെ. ഓന്റെ വാശി വാശിന്റെ വാശി. ഒരാളുടെ യാത്ര പറഞ്ഞ കണക്കുണ്ട്. ഞങ്ങൾ പോവാണ്. ഇനി എവിടേക്ക് എത്താറില്ല. സോനമാർഗല്ല നമ്മൾ ടെൻ്റ് അടിക്കണേ. ഞാൻ ബുദ്ധിമ കയറാം. ലഗേജ് ഫുള്ള് തെറ്റേക്കണം. ഒരാളെ എല്ലാം മക്കൾ താമസിക്കും. കേട്ടല്ലോ ഓനെ പറഞ്ഞു. ഓനെ നമ്മളെല്ലാം തട്ടി നാട്ടിക്കും. ഓൻ ലൈറ്റിങ് കയറി പോവുകയും ചെയ്ത്. ഇവിടുത്തെ ചന്ദ്രൻ്റെ വലുപ്പങ്ങൾ ഭയങ്കര വലുപ്പം. അതന്നെ പകുതിയേ ഉള്ളൂ ഇപ്പോൾ. രണ്ടാളും അവിടെ ടെൻ്റ് അടിച്ചുള്ള സ്പോട്ട് തരും കേട്ടോ. അവിടെ തന്നെയാണ് ചെക്ക് പോസ്റ്റ് ഉണ്ട് സംഭവം. അവിടെ നിന്നാണ് വണ്ടി വിടുന്നില്ല. ലോറിയും കാര്യമൊക്കെ നിർത്തിയാണ്. അങ്ങനെ നമ്മളെ ടെന്റ് വർക്ക് കഴിഞ്ഞു കേട്ടോ. ടെന്റ് 2 റെഡി ആയിക്കണ്. ഇവിടെ നമ്മളെ മലയിൽ ചാട്ടൊക്കെ വെച്ചിന് ടെന്റിന്റെ പരിപാടി കഴിഞ്ഞു. ഇനി വല്ല കടന്നുറങ്ങാനുള്ള പരിപാടിയാണ്. വേറെ നോക്കില്ല. നല്ല സൗണ്ട് ഉണ്ട്. എഞ്ചിൻ സൗണ്ട് ഉണ്ട്. 2 വണ്ടി സ്റ്റാർട്ട് ആക്കിയാണ്. കഴിയുമ്പോ ലൈറ്റ് ഇട്ടാണ് നമ്മളിപ്പോ ടെന്റിക്ക് വർക്ക് കാട്ടിയതിന്റെ ഓപ്പോസിറ്റ് ഒക്കെ നല്ല മലയാണ്. വലിയ വിസിബിലിറ്റി ഇല്ല. ക്യാമറ തീരെ കാണൂല ലൈറ്റ് ആയതുകൊണ്ട് തന്നെ. അപ്പൊ ഏതായാലും ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. ഇവിടെ കടന്നുറങ്ങട്ടെ. നാളെ രാവിലെ നീച്ചാണ് നമ്മൾ നേരെ വിടുകയാണ് ലേക്ക് കേട്ടോ. ഇപ്പൊ നമ്മളുടെ സോനമാർഗിലാണ്. സോനമാർഗ് ടെന്റ് അടിച്ച് 2 പേരും 2 പേരല്ല 3 പേരും ഞങ്ങൾ ഇറങ്ങാണ്. അപ്പൊ അടുത്ത വീഡിയോ കാണാം. അതായിരിക്കും ബൈ ബൈ.